ഏവർക്കും നമസ്കാരം. റിപ്പോർട്ടർ മേക്കിംഗ് കേരളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ടാൽ ഗ്രൂപ്പിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും കോ ഫൗണ്ടറുമായ മിസ്റ്റർ സഫീർ നജ്മുദ്ദീൻ, ഒപ്പം ലൈഫോളജിയുടെ ചീഫ് ഇന്നൊവേഷൻ ഓഫീസർ ശ്രീ രാഹുൽ ഈശ്വർ. ഈശ്വർ സർ, കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ സാധ്യതകളും നമ്മൾ ഉപയോഗപ്പെടുത്തണം, ഇന്നോവേറ്റീവ് എഡ്യൂക്കേഷൻ ലഭ്യമാക്കണം, അതുപോലെ തന്നെ എങ്ങനെ ഒരു സാധാരണ കുട്ടിക്ക് ഈ ഇപ്പോൾ പാരലലി പോകുന്ന സെക്കൻഡ് സ്കൂൾ എന്ന നിലയിൽ വിദ്യാഭ്യാസം എങ്ങനെ അഫോർഡബിൾ ആക്കാം എന്നൊക്കെ സാറും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. വെൻ ഇറ്റ് കംസ് ടു ഇന്നോവേറ്റീവ് എഡ്യൂക്കേഷൻ, ശരിക്കും അതൊരു വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അവിടെ നമ്മൾ പ്രയോറിറ്റികൾ ഉണ്ടാക്കണം, ഈ പുതിയ തലമുറയ്ക്കനുസരിച്ച് കാര്യങ്ങൾ വാർത്തെടുക്കണം. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അതിനൊരു പ്ലാൻ ഉണ്ടോ? How do you do that? ഞാൻ ഏറ്റവും പ്രധാനം ഇന്ന് കേൾക്കേണ്ട വാക്കിലൊന്നാണ് ഈ ഇന്നോവേഷൻ. ഇന്നോവേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം മോഡിഫൈ ചെയ്യുക, അതിനൊരു പുതിയ ഡയമെൻഷൻ കൊണ്ടുവരാത്തുള്ളത്. സിമ്പിളായ ഇന്നോവേഷൻ പറഞ്ഞാൽ എങ്ങനെയാണ്? പണ്ട് ഞാൻ മോഹൻലാലിന്റെ സിനിമകൾ കാണാൻ ഫസ്റ്റ് ദിവസം നമ്മൾ ക്യൂവിൽ നിന്ന് അടികൂടി ടിക്കറ്റ് എടുക്കുന്ന സാധനമുണ്ട്. അന്ന് ഈ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട്. MLA MP ഒക്കെ വിളിച്ച് ഒരു ടിക്കറ്റ് നമ്മൾ 4 പേര് പോകുന്നുണ്ട്, അമ്മയൊക്കെ വരുന്നുണ്ട്, സ്ത്രീകൾ വരുന്നുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ. ഇങ്ങനെയാണ് പണ്ട് ടിക്കറ്റ് എടുത്തിരുന്നത്. ഇന്ന് ഈസി ആയിട്ട് നമുക്ക് ഇത് ഒരുപാട് ആപ്പുകളുണ്ട്, ബുക്ക് മൈ ഷോ വേറെ ആപ്പുണ്ട്, വീട്ടിലിരുന്ന് ഈസി ആയിട്ട് ടിക്കറ്റ് എടുക്കാം. സിമ്പിൾ ഇന്നോവേഷനാണ്. പണ്ട് നമ്മൾ ടാക്സി ബുക്ക് ചെയ്യുന്നത്, അതായത് പണ്ട് പല ആൾക്കാരും ടാക്സി ബുക്ക് ചെയ്യാൻ മടി കാണിച്ചിരുന്നത് ടാക്സിക്ക് വലിയ റേറ്റ് അവർ മേടിക്കും. അതായത് ഒരു ദിവസം ടാക്സി ബുക്ക് ചെയ്താൽ 1 മണിക്കൂറത്തേക്കാണെങ്കിലും 5 മണിക്കൂറത്തേക്കാണെങ്കിലും ഞങ്ങൾക്ക് 2000 രൂപ തരണം എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. ഓല, ഊബർ അല്ലെങ്കിൽ വേറെ ഒരുപാട് കമ്പനികൾ വന്നതിന് ശേഷം എന്ത് പറ്റി? ഒരു വലിയ ചേഞ്ചായി, നമ്മൾ ഈസി ആയിട്ട് ബുക്ക് ചെയ്യുന്നതായി. അപ്പം ഇതേപോലെ എഡ്യൂക്കേഷനിൽ ഒരുപാട് ഇന്നോവേഷനും മോഡേണൈസേഷനും വരുന്നു. എഡ്യൂക്കേഷണൽ ഇന്നോവേഷൻ എന്താ? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത ഏൺ വാല്യൂ ലേൺ നല്ലൊരു കാര്യമാണ്. AI ഇൻകോർപ്പറേറ്റിംഗ് കാര്യമാണ്. ഒരു പക്ഷേ ഇന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഗൂഗിൾ സെർച്ച് വന്നപ്പോൾ ഞാനൊക്കെ കുറച്ചുകൂടെ സിംഗിളേക്കാട് സീനിയർ ആയതുകൊണ്ട് ഈ ചാറ്റിംഗ് ഒക്കെ തുടങ്ങിയ കാലത്ത് ഞങ്ങളൊക്കെ ഈ ഇന്റർനെറ്റ് കഫേയുടെ വെളിയിൽ നിന്നിട്ട് ക്യൂ നിന്ന് ചാറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അന്ന് ചാറ്റിംഗ് ഈസ് ചീറ്റിംഗ്, ചാറ്റിംഗ് പാടില്ല, അത് ചീറ്റിംഗ് ആണ് എന്നൊക്കെ പറയുന്ന ഒരു സമയമാണ് അന്നത്തെ ഈ ചാറ്റ് ഗ്രൂപ്പ്സിൽ കയറുന്നത്, പിന്നെ നെറ്റ് കയറുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര മോശമാണ്. അന്ന് എന്നോട് ഇന്നും പറഞ്ഞ ഒരാളുണ്ട്, എൻ്റെ ഒരു ടീച്ചർ പോലെ നിൽക്കുന്ന ഒരാൾ, ഗൂഗിൾ സെർച്ച് ഒന്നും യൂസ് ചെയ്യരുത്. ഞാൻ ചോദിച്ചു എന്താ റീസൺ അറിയാമോ? അതൊക്കെ അന്വേഷിച്ച പെട്ടെന്ന് ഉത്തരം കിട്ടില്ലേ, പകരം ഒരു ലൈബ്രറിയിൽ പോയി പല പുസ്തകങ്ങൾ റെഫർ ചെയ്ത് നീ ഒരു ഉത്തരത്തിലേക്ക് എത്തുകയാണ്. അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഇതൊക്കെ മാറിപ്പോകും, ഈ ഗൂഗിൾ സെർച്ചൊക്കെ ഫെയ്ഡായി പോകും എന്നാണ് പുള്ളിയുടെ നല്ല മനസ്സുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അത് വേറൊരു കാലത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഗൂഗിൾ സെർച്ചാണ് ഏറ്റവും കൂടുതൽ ഇന്ന് അറിവ് കിട്ടാൻ നല്ല വഴികളിലൊന്ന്. ഇന്നത്തെ ഗൂഗിൾ സൈറ്റേഷൻസ് ഡോക്ടറേറ്റ് വരെ അക്സെപ്റ്റ് ചെയ്തു. ഇതേപോലെയാണ് ഇന്ന് ചാറ്റ് GPT വന്നത്, അല്ലെങ്കിൽ ഇപ്പം ജെമിനി വന്നത്, മറ്റേ AI വന്നത്. ഒരുപാട് പേരെ അതൊന്നും യൂസ് ചെയ്യരുത്, അതായത് അതെന്തോ മോശവും ഷോർട്ട് കട്ടുമാണ്. അങ്ങനല്ല, ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാം. മറ്റേത് 7 ദിവസം മെനക്കെട്ടാലാണ് ഒരു റിലവൻറ്റ് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇത്രയും പുസ്തകം നോക്കണം, പകരം ഇന്ന് ആ 7 ദിവസം ഉണ്ടെങ്കിൽ 100 റിലവൻറ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നോവേഷൻ എല്ലാ രംഗത്തും വരണം. എന്താ വരാൻ കഴിയുന്നത്? ഏൺ വാല്യൂ ലേൺ. കുട്ടികളുടെ ശരീരവും മനസ്സും അടക്കമുള്ള കാര്യങ്ങൾക്ക് ദോഷകരമായി ബാധിക്കാതെ, ബാലവേല കാറ്റഗറിയിൽ വരാതെ ഇവർക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് സമ്പാദ്യശീലം ഉണ്ടാകുക, മണി മാനേജ്മെന്റ് ഉണ്ടാകുക, ആ പ്രായത്തിലെ വിഷമങ്ങളും പരാജയങ്ങളും വിജയവും അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ അവസരം കൊടുക്കുക. ഇവരുടെ റിയൽ ലൈഫ് സ്കില്ലാണ്. ഇതൊക്കെയാണ് റിയൽ ലൈഫ് സ്കിൽ എന്ന് പറയുന്നത്. അതായത് അവർ കുറച്ച് രൂപ ഏതെങ്കിലും നേടും, കുറച്ച് നിരാശ ഉണ്ടാകും, തൻ്റെ സുഹൃത്ത് കൂടുതൽ നേടുന്നതിന് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാകും. അത് അസൂയയായി പോകാതിരിക്കാൻ നോക്കേണ്ട നമ്മുടെ ജോലി. അതായത് അവൻ അൺഹെൽത്തി കോമ്പറ്റീഷൻ ആകരുത്, അസൂയയായി പോകരുത്, പക്ഷേ ഒരു ഹെൽത്തി സ്പിരിറ്റിൽ പോകണം. ഇങ്ങനെയല്ലേ റിയൽ വേൾഡ് വർക്ക് ചെയ്യുന്നത്? അതെ, നമ്മൾ ആലോചിച്ച് നോക്കി, ഇങ്ങനല്ലേ യഥാർത്ഥത്തിൽ റിയൽ വേൾഡ് വർക്ക് ചെയ്യുന്നത്? ഈ റിയൽ വേൾഡ് ഒന്നും ഇല്ലാതെ ഇവരെ ഒരു കണ്ണാടി കൂട്ടിയിട്ട് വളർത്തി 18 വയസ്സോ 20 വയസ്സോ ആകുമ്പോൾ നീ വെളിയിലേക്ക് ഇറങ്ങിക്കൂ എന്ന് പറഞ്ഞാൽ വി ആർ ഡിസൈൻഡ് ടു ഫെയിൽ. അപ്പോൾ ഇന്നോവേഷൻ, ലേൺ ആൻഡ് വാല്യൂ ലേൺ. 2, AI ഫോർ ഗോഡ് സേക്ക്, AI ഇന്റഗ്രേഷൻ. അതായത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിസ്കവറി ആൻഡ് ഇൻവെൻഷൻ 2 കാര്യങ്ങളാണ് ആദ്യകാലത്ത്. അതൊന്ന് തീയാണ്, 2 വീലാണ്. തീ കണ്ടുപിടിച്ചുകൊണ്ടാണ് നമുക്ക് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞത്, കുക്ക് ചെയ്ത് പാകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞത്. തീയാണ് വലിയൊരു ഡിസ്കവറി. അതാണ് ഈ പ്രോമിത്യൂസ് ആകാശത്തു നിന്ന് തീ കൊണ്ടുവന്നു എന്നൊക്കെ കഥ പഠിക്കുന്നത്. അതിന്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെയാണ് തീ. ആ തീ ഭൂമിയിലേക്ക് പ്രോമിത്യൂസ് കൊണ്ടുവന്നു എന്നാണ്. 2ാമതാണ് വീല്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കുറച്ച് വീല് വെച്ചാൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ തോന്നും. പിന്നീടാണ് 17th സെഞ്ചുറിയിൽ കഴിഞ്ഞ വർഷം സഫീർ ഭായ് പറഞ്ഞതുപോലെ സ്റ്റീം എഞ്ചിന്റെ കണ്ടെത്തൽ. അതേപോലെ ഒരു ഫണ്ടമെന്റൽ ചേഞ്ച് ആണ് ഇന്റർനെറ്റും ഡിജിറ്റൽ വേൾഡും. അതിലെ ഏറ്റവും വലിയ ഫണ്ടമെന്റൽ ചേഞ്ച് ആണ് AI. കാര്യം പണ്ട് 10 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന ജോലി ഇന്ന് 1 മണിക്കൂർ കൊണ്ട് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കുക. പണ്ട് 10 മണിക്കൂർ ആർട്ടിക്കിൾ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഇന്ന് 1 hour കൊണ്ട് ചെയ്യാം. അത് Ctrl+C Ctrl+V കോപ്പി അടിക്കരുത്. പകരം ഒരു ആർട്ടിക്കിളിന്റെ ഫ്രെയിം വർക്ക് തരും, അതിൽ അത്യാവശ്യ സാധനങ്ങൾ കയറും. നമ്മൾ നമ്മുടെ ഒരു സോൾ അതിൽ പുട്ട് ചെയ്യുക, നമ്മുടെ ഒരു യുണീക്ക് പെർസ്പെക്റ്റീവ് പുട്ട് ചെയ്യുക, അത് സ്ട്രക്ചർ ചെയ്യുക, ഗ്രാമർ ചെക്ക് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, പോവുക.
ഇതാണ് ഇനിയുള്ള കാലഘട്ടം. പഴയ രീതിയില്ല, പറ്റൂല, ഞാനത് യൂസ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. പണ്ട് ഞാനൊക്കെ ഒരുപാട് പേപ്പറിൽ കോളം ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോളം എഴുതാൻ 3 ദിവസം 4 ദിവസം തരും. ഇന്ന് അതേ 3 ദിവസം 4 ദിവസം കൊണ്ട് 4 പേപ്പറിന് 4 കോളം നമുക്ക് എഴുതാം. അപ്പം ഇത് കോപ്പിയടി അല്ല, പകരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലസ് ഹ്യൂമൻ ഇൻസ്പിറേഷൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വേണം, പക്ഷെ ഹ്യൂമൻ ഇൻസ്പിറേഷനും വേണം. ഇത് ബ്ലെൻഡ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാം, അത് കുട്ടികളിലേക്ക് എത്തിക്കാം. ഏൺ വാല്യൂ ലേൺ, എയുടെ സാധ്യതകൾ, പുതിയ കാര്യങ്ങൾ എങ്ങനെ പഠിക്കാം, താല്പര്യങ്ങൾ എങ്ങനെ കണ്ടെത്താം, ഇത്തരം കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റ് വെക്കേണ്ടത്. ഇതെല്ലാം ഇന്ന് തന്നെ വിളിക്കുന്ന പേര് ലൈഫ് സ്കിൽസ് എന്നൊക്കെയാണ്. ഞങ്ങളൊന്നും പഠിച്ചപ്പോൾ ലൈഫ് സ്കിൽ എന്ന വാക്ക് പോലും ഇല്ല. ലൈഫ് സ്കിൽ പാക്കില്ല. അന്നത്തെ ഏക സ്കിൽ എന്ന് പറഞ്ഞാൽ മെമ്മറി സ്കില്ലാണ്. അതായത് ടീച്ചർ ക്ലാസ്സിൽ ഒരു കാര്യം പഠിപ്പിക്കും, അത് അടുത്ത ദിവസം വീണ്ടും പഠിച്ച് വീണ്ടും എഴുതി ഞങ്ങളെ കൊണ്ടൊക്കെ ഒരു പക്ഷേ ഡാനയൊക്കെ 10 പ്രാവശ്യമൊക്കെ മറ്റേ എംബോസിഷൻ സാധനങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കും. പക്ഷേ സോളില്ല, ആത്മാവില്ലാതെ നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനപ്പുറം AI ലേണിംഗ്, ലൈഫ് സ്കിൽസ്, ഇതെല്ലാമാണ് മോഡേൺ കാലഘട്ടത്തെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഇത് സ്കിൽ ഡെവലപ്മെന്റ് ഒരു ഭാഗം കൂടിയല്ലേ സർ? അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പ്രാവർത്തികമാക്കുന്നത്? ലൈഫ് ഡെവലപ്മെന്റ് അവിടെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇന്ന് ലൈഫ് ഓറിയന്റഡ് ആയി കാര്യങ്ങൾ. അവിടെയാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട അടുത്ത കാലത്തെ ഏറ്റവും നല്ല പേരുകളാണ് ടാൽറോപ്പും ലൈഫോളജിയും. ലൈഫോളജി എന്ന് പറഞ്ഞാൽ ജീവിതോന്മുഖമായ വിദ്യാഭ്യാസമാണ്. ടാൽറോപ്പ് എന്ന് പറഞ്ഞാൽ ടാലന്റിനെ റോപ്പ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ പോലും ഉണ്ടാകുന്നതിന്റെ കാര്യം. ഇന്ന് എല്ലാവരും ഡീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈഫ്. ചേതൻ ഭഗത്തിന്റെ പുതിയ പുസ്തകത്തിന്റെ പേര് 11 റൂൾസ് ഓഫ് ലൈഫ് ആണ്. കിരൺ ബേദി അടക്കമുള്ള ഒരുപാട് പേര് ഈ ലൈഫ് ഓറിയന്റഡ് കാര്യമാകുന്നു. എന്തുകൊണ്ടാണ്? കാര്യം ഈ ലൈഫ് സ്കിൽസ് ആണ് വേണ്ടത്. ബാക്കി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന കാര്യം നല്ലതാണ് കേട്ടോ, അതൊന്നും മോശമല്ല. പക്ഷേ അതോടൊപ്പം ഇതും ഇല്ലെങ്കിൽ വലിയ ന്യൂനതയാണ്. അപ്പം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. ഇതിൽ ലീ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ എന്നൊരു കാര്യമുണ്ട്. എനിക്ക് ഇന്നും ഓർമ്മയില്ല. whenever there is a change in the system readjust in such a way as to nullify the effect of the change. അന്നും അതിൻ്റെ അർത്ഥം എനിക്കറിയില്ല, ഇന്നും ഇതിൻ്റെ അർത്ഥം എനിക്കറിയില്ല. പക്ഷേ ഇത് അന്ന് ഇരുന്ന് കാണാതെ പഠിച്ച് ചെയ്തൊരു കാര്യമാണ്. അതിന് വേണ്ടെന്നല്ല, അതൊക്കെ പരീക്ഷയിൽ അതൊരു സൈഡിൽ കൂടെ നടന്നോട്ടെ. പക്ഷേ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഗുണമുള്ള കാര്യങ്ങൾ, മണി മാനേജ്മെന്റ്, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ്, ഓൺട്രപ്രണർഷിപ്പ്, സത്യം പറഞ്ഞാൽ ഇതൊന്നും വേണ്ട രീതി നമുക്ക് കിട്ടുന്നില്ല. അത് കുറ്റമായിട്ട് പറയുകയല്ല, ഇത് കേൾക്കുന്ന നമ്മുടെ ഒരു തലമുറ ഇനി നമുക്കത് വേണം. ഇറ്റ്സ് എൻ ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ്. അതായിട്ട് വേണമെന്നുള്ളതാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊരു ചലഞ്ച് തന്നെയാണ്. എന്നാലും പരസ്പരം മത്സരിച്ച് അവർക്ക് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഓരോ കുട്ടികൾക്കും ഓരോ സ്കില്ലായിരിക്കും അവരുടെ അഭിരുചി ഉണ്ടാവുക. എങ്ങനെയാണ് പല പല സ്കില്ലുള്ള കുട്ടികളെ നമ്മൾ അവരുടെ സ്കില്ലിനെ വളർത്തിയെടുക്കുന്നത്? സാർ എന്താ പറയാനുള്ളത്? രണ്ട് ആസ്പെക്റ്റിലാണ് ഇപ്പോൾ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിപ്പോൾ നമ്മളിപ്പോൾ ഒരു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയും. കുട്ടികളുടെ ഇന്റലിജൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ടെസ്റ്റുകൾ നടത്തിയിട്ട് കുട്ടിയുടെ അഭിരുചി നമുക്ക് ഗസ് ചെയ്യാം. ഇതായിരിക്കാം ഈ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇതിലേക്ക് പോയാൽ ഈ കുട്ടി ശോഭിക്കുമെന്ന് പറയാൻ കഴിയും. അപ്പോൾ ഒരുപാട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള ഒരുപാട് ടൂൾസുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ അനലൈസ് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഇപ്പുറത്തൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്, എക്സ്പോഷർ എന്ന് പറയും. കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് പരമാവധി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു +2 മുന്നേ ഒരു കുട്ടി ഒരു 30 പ്രൊഫഷൻസ് പഠിച്ചിരിക്കുക. അതായത് ഒരു അഡ്വക്കേറ്റ്, അപ്പൊ നമ്മളിപ്പോൾ സ്കൂൾ അഡ്വക്കേറ്റ്, സ്കൂൾ LLB എന്നുള്ളൊരു പ്രോഗ്രാം, സ്കൂൾ MBBS എന്നുള്ളൊരു പ്രോഗ്രാം, ഇങ്ങനെ സ്കൂൾ പൈലറ്റ് എന്നുള്ളൊരു പ്രോഗ്രാം, ഇങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവട്ടെ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആവട്ടെ, ഈവൻ ഓൺടർപ്രണർഷിപ്പ് ആവട്ടെ, ഇങ്ങനെ ഒരു 30 അവർ പോകേണ്ട കരിയർ, ജോബിനെ കുറിച്ച് ഈ കുട്ടിയോട് പറയും. അപ്പൊ ഈ കുട്ടി തീരുമാനിക്കട്ടെ, എനിക്ക് അഡ്വക്കേറ്റ് ആകണ്ട, എനിക്ക് ഡോക്ടർ ആകണ്ട, എന്താകണമെന്നല്ല, എന്താകണ്ടെന്നും കൂടി കുട്ടിയെ പറയട്ടെ. അപ്പൊ ലൈറ്റർ വേർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കും. ഇപ്പൊ MBBS സർജറി ചെയ്യാനല്ല, പക്ഷെ ഇങ്ങനെയാണ് MBBSന്റെ അകത്ത് പഠിപ്പിക്കുന്നത് ഇന്ന കാര്യങ്ങളാണ്. ഒരു ഡോക്ടർ ഈ ലെവലിലേക്കാണ് പോകുന്നത്. ഒരു അഡ്വക്കേറ്റ് ജഡ്ജിയെ സത്യം കണ്ടെത്താൻ സഹായിക്കുന്ന ആളാണ് അഡ്വക്കേറ്റ് എന്നുള്ള ഡെഫിനിഷൻ തൊട്ട് അവർ കോടതിയിൽ ചെയ്യുന്ന സംവിധാനം. അപ്പൊ കോടതി ആക്ടിവിറ്റീസ് ഒക്കെ നമ്മളൊരു ട്രയൽ ഒക്കെ ചെയ്യാനുള്ള അവസരവും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതിൽ പാഷൻ ഉണ്ടോ, ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അവർക്ക് എന്ത് ചെയ്യും, മനസ്സിലായി വരും. ഇങ്ങനെയാണ് സത്യത്തിൽ എനിക്ക് +2 കഴിഞ്ഞ് എങ്ങോട്ടേക്ക് പോകണം എന്നൊരു കുട്ടിക്ക് ഒരു ചിന്ത വരുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു BTech സിവിൽ എഞ്ചിനീയറിംഗ് 2nd ഇയർ ആയപ്പോൾ കുട്ടിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയ മേഖല അല്ല സിവിൽ. എന്ത് കാര്യം? ലക്ഷങ്ങൾ മുടക്കിയാണ് ആ കുട്ടി അതിൽ ജോയിൻ ചെയ്തേക്കുന്നത്. പിന്നെ നേരത്തെ എന്ത് ചെയ്യുന്നത്, അവൻ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ രാഹുൽജി പറഞ്ഞതുപോലെ എക്കണോമിക്സ് എടുത്ത് ഇനി അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ലെവൽ പോലെ. ആ നേരത്തെ സിവിൽ പറഞ്ഞത് സഫീർ അറിഞ്ഞു അറിയാതെ പറഞ്ഞ് എന്റെ വൈഫായ ദീപയുടെ എക്സാമ്പിളാണ്. ദീപയ്ക്ക് നേരെ ദീപയുടേതായിട്ടല്ല, കാറ് പാർക്ക് ചെയ്യുന്നതിന്റെ സ്പേസിംഗ് പോലും ഇല്ല. ദീപയ്ക്ക് സിവിലാണ്. എന്താ കാര്യം എന്നറിയോ? തിരുവനന്തപുരം CET പഠിക്കണം. കൊല്ലത്ത് ഏതോ ദീപയ്ക്ക് അഭിരുചിയുള്ള ഒരു സാധനം കിട്ടും, CET പഠിക്കുന്നതിന്. അതായത് നമ്മുടെ പേരൻസിനും നമുക്ക് 4 ആളോട് പറയണം
വേണം ഞാൻ CT പഠിക്കണം. അപ്പൊ ആ CTയിൽ സിവിൽ അവൈലബിൾ ഉള്ളൂ. ഇത് കാരണം എത്ര വർഷം, 4 വർഷമാണ്. ഈ 4 വർഷം ബുദ്ധിമുട്ട്, മെനക്കേട്. പ്ലീസ് കണ്ടിന്യൂ, ഞാൻ പെട്ടെന്ന് അല്ല, ഈ എക്സ്പോഷർ എന്നുള്ള, അപ്പൊ ഈ 2 ആസ്പെക്ട് നമ്മൾ സ്കൂളുകളിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഈ സൈക്കോമെട്രിക് അനാലിസിസ്, അതായത് ഈ കുട്ടി അനലൈസ് ചെയ്ത് സയന്റിഫിക് ആയിട്ട് നോക്കി മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് എടുത്ത് ഈ കുട്ടിയുടെ ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇന്നത് പോലെ ആകാൻ കഴിയുമെന്ന് ഒരു സൈഡും, രണ്ടാമത്തെ സൈഡിൽ മാക്സിമം എക്സ്പോഷർ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിക്ക് കൊടുക്കണം. എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുക്കണം. ഇപ്പൊ നമ്മളിപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിക്കഴിഞ്ഞാൽ, ഇപ്പൊ കുട്ടികൾ സ്പോർട്സിൽ എല്ലാത്തിലും പോകട്ടെ, പക്ഷെ നമ്മൾ പോകുമ്പോൾ ഈ കുട്ടിക്ക് ഒരു പാത്ത് കൂടി കാണിച്ചു കൊടുക്കാൻ പറ്റും. പലപ്പോഴും സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സ്കൂളിൽ സയൻസ് എക്സിബിഷന് കുട്ടികൾ പല ടൂൾസും ഉണ്ടാക്കിക്കൊണ്ടുവരും. ഓക്കെ, അതിനപ്പുറത്തേക്ക് എന്താണ് കുട്ടിക്ക് അറിയില്ല. ലോകത്ത് ഈ ഇൻവെൻഷൻ നെക്സ്റ്റ് എങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യാം, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ഇതിന്റെ സർവീസ് സെക്ഷൻ എങ്ങനെയാണ്, ഇതൊന്നും കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, ഇപ്പൊ സ്കിൽ ഡെവലപ്മെന്റിന് ഈ പറയുന്ന കുട്ടികളെ സയന്റിഫിക് ടൂളുകളിലൂടെ അനലൈസ് ചെയ്യുന്നതോടൊപ്പം എക്സ്പോഷർ കൊടുക്കുന്നതോടൊപ്പം നമുക്ക് പാത്ത് കറക്റ്റ് കാണിച്ചു കൊടുക്കാനും പറ്റണം. ഒരു പൈലറ്റ് ആകേണ്ടത് എങ്ങനെയെന്ന് കുട്ടിക്ക് അറിയണം. എങ്ങനെയാണ് ഞാനൊരു പൈലറ്റ് ആകേണ്ടത്, ഓക്കെ, ഞാനൊരു IAS ആകേണ്ടത് എങ്ങനെയാണ്, ഞാനൊരു ഡോക്ടർ ആകേണ്ടത് എങ്ങനെയാണെന്ന് തുടങ്ങി ഈ കാലഘട്ടത്തിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിലൊക്കെ ഞാൻ ഈ നിൽക്കുന്ന പൊസിഷൻ, ഞാനിപ്പോൾ 5ാം ക്ലാസ്സിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ 8ാം ക്ലാസ്സിൽ നിൽക്കുകയാണ്, ഞാൻ +2 നിൽക്കുകയാണ്, ഇവിടുന്ന് എനിക്ക് അവിടെ എത്താൻ എന്താണ് ദൂരം, എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട് എന്ന് കൃത്യമായൊരു ക്ലാരിറ്റിയും കൊടുത്തു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ പണി കഴിഞ്ഞു എന്നാണ്. ബാക്കി അവരെത്തുക, നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സത്യത്തിൽ ടീച്ചേഴ്സ് ഒക്കെ മാറി മെന്റേഴ്സ് ആയാൽ മതി, ഗൈഡ് ആയാൽ മതി. ബാക്കി സംവിധാനം എന്ന് പറഞ്ഞാൽ അവർ സ്വയം പഠിച്ചെടുക്കേണ്ടതാണ്. കാര്യം നമ്മൾ പലപ്പോഴും പറയുന്നതിലൊരു തെറ്റെന്ന് പറഞ്ഞാൽ, നമ്മുടെ കുട്ടികൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻ അനാവശ്യമായിട്ട് ഒരു അൺഹെൽത്തി കോമ്പറ്റീഷനെ പ്രേരിപ്പിക്കുന്നുണ്ട്. നിന്റെ കൂടെ ഇരിക്കുന്നത് നിന്റെ ശത്രുവാണെന്നൊരു ചിന്ത. ഓക്കെ, ഗവൺമെന്റ് ജോബ് ഇത്രയേ ഉള്ളൂ, അപ്പൊ നിന്റെ കുട്ടികൾ എല്ലാവരും കൂടി ഗവൺമെന്റ് ജോബ് ചെയ്താൽ നീ അവരെ തോൽപ്പിച്ച് ചെയ്യണം എന്നുള്ള സംവിധാനത്തിൽ. ഓക്കെ, നമുക്ക് കുറെ കോമ്പറ്റീഷൻ തന്നെയാണ് ഈ വേൾഡിൽ. ഇവിടെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സർവൈവ് ചെയ്യണമെങ്കിൽ അതിൽ ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളവരെ സർവൈവ് ചെയ്യണം എന്നുള്ള തീരെ നമുക്കറിയാം. പക്ഷെ എത്തുന്നവരെന്ത് ചെയ്യണം, പുതിയ ആളുകൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ. ഞാൻ മുന്നേ അവിടെ എത്തി, ഇനി ഞാൻ മറ്റുള്ളവരെ പിടിച്ചു കയറ്റും എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരണം. ഇവിടെ അങ്ങനെയല്ല, ഒരു ശത്രുതാ മനോഭാവം സ്കൂളുകളിൽ നിന്നേ വളർത്തിയെടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പരിഹരിക്കുകയും ഈ അവസരങ്ങൾ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യണം. അപ്പൊ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാട്, ഒരു കുട്ടിയുടെ കഴിവ് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ള ശരിയായ ഒരു മെത്തേഡ്. ശരിയാണ് സർ. പക്ഷെ നമുക്ക് അവിടെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം, ഒരു സ്കൂളിൽ ഒരു ക്ലാസ് റൂം എടുക്കുവാണെങ്കിൽ ആ ക്ലാസ് റൂമിൽ 50 കുട്ടികളുണ്ടായിരിക്കും. ഈ 50 കുട്ടികൾക്കും 50 അഭിരുചികളായിരിക്കും, ഇൻട്രസ്റ്റ് ആയിരിക്കും, അവർ ഭാവി നിർണ്ണയിക്കുന്നതും അതിനനുസരിച്ചായിരിക്കും. പക്ഷെ ഒരു ടീച്ചറിനെ സംബന്ധിച്ച് അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും ഈ 50 സ്കില്ല് കണ്ടുപിടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ടീച്ചർ എന്ത് ചെയ്യും? അതെ, അല്ല, ഇതിലിപ്പോ നമ്മളിപ്പോ ഒരു ടീച്ചറിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അല്ലെങ്കിൽ ഒരു സ്കൂളിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ 2 തിയറികളാണ്. ടാൽറോപ്പ് എപ്പോഴും സൊസൈറ്റിയോട് പറയുന്ന 2 തിയറിയാണ്. ഒരു ടോപ്പ് ടു ബോട്ടം തിയറി ഉണ്ട്, ഒരു ബോട്ടം ടു ടോപ്പ് തിയറി ഉണ്ട്. ഈ ടോപ്പ് ടു ബോട്ടം തിയറി എന്ന് പറഞ്ഞാൽ മുകളിൽ അങ്ങ് മിനിസ്ട്രി മുതൽ തീരുമാനിച്ച്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, സിലബസ് കമ്മിറ്റി ഇങ്ങനെ തീരുമാനിച്ച് അവസാനം ഒരു കുട്ടിയിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു ചാനലുണ്ട്, ഒരു ഫണലുണ്ട്. സോ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റ് ആണ്. നമ്മൾക്ക് ഇതിന്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കുറേ ആയിട്ട് വർക്ക് കൊണ്ട് അറിയാവുന്നതാണ്. ഇത് ഭയങ്കര മുകളിലത്തെ ഒരു തീരുമാനം താഴെ നടപ്പിലാകാൻ എടുക്കുന്ന വർഷങ്ങൾ, ഒരു 5 വർഷമാണ് ഒരു ഗവൺമെന്റിന്റെ കാലാവധി. ഈ 5 വർഷം അത് എവിടെ എത്തില്ല. അടുത്ത 5 വർഷം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണം. പഴയ ഗവൺമെന്റ് ഇങ്ങനെ ഒരു പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ നിൽക്കുവാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് തുടങ്ങണം. അപ്പൊ ഇതിന്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷെ ബോട്ടം ടു ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ്. പക്ഷെ പ്രശ്നം എല്ലാ സ്കൂളിനും അറിയില്ല. ഇപ്പൊ ഒരു സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചു, ഇപ്പൊ ഒരു CBSE സ്കൂൾ മാനേജ്മെന്റ് CBSEയുടെ നോംസ് ഒക്കെ നോക്കിയിട്ട് ഓക്കെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ നമുക്ക് ഇങ്ങനെ കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അപ്പൊ പുള്ളിയുടെ കെയർ ഓഫിൽ എന്താണ്, കുറെ ഇൻഡസ്ട്രി എക്സ്പേർട്സുകളുണ്ട്, അവരെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇദ്ദേഹം ചെയ്ത ഈ സംവിധാനം മറ്റുള്ളവർക്ക് പറ്റിയില്ല, എല്ലാവർക്കും ഈ ഓപ്പർച്യൂണിറ്റീസ് പറ്റിയില്ല. അപ്പൊ ഈ ബോട്ടം ടു ടോപ്പിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സംഭവം ഈസിയാണ്, പെട്ടെന്ന് നടക്കുമെങ്കിലും എല്ലാവർക്കും സ്കെയിൽ ചെയ്ത് ചെയ്യാൻ കഴിയില്ല. ടോപ്പ് ടു ബോട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്കെയിലബിൾ ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യില്ല, പോസിബിൾ ആകില്ല. ഇതാണ് സിസ്റ്റമാറ്റിക്കലുള്ള പ്രോബ്ലം. ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ടാൽറോപ്പ് 2017 ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് KVUP സ്കൂൾ, കൃഷ്ണവിലാസ് അപ്പർ പ്രൈമറി സ്കൂൾ, തിരുവനന്തപുരം പാങ്ങോട് എന്നൊരു സ്കൂളിലാണ് കൊണ്ടുവരുന്നത്. അതൊരു കൈൻഡ് ഓഫ് ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിരുന്നു അന്ന്.
അന്ന് സംഭവം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ എങ്ങനെ പ്രൈവറ്റ് പ്രൊജക്ട് വരാൻ പാടില്ല, സ്കൂളിൽ എങ്ങനെ പ്രൈവറ്റ് പ്രൊജക്ട് വരാൻ ഒരുപാട് പേര് ഗവൺമെന്റിലുള്ള പല ആളുകളും നിങ്ങൾ എന്ത് അധികാരം മാനേജ്മെന്റിനെ വിളിച്ച് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ അത് ഇംപ്ലിമെന്റ് ചെയ്തത്? സ്റ്റിൽ ഇപ്പോഴും പല ക്യാമ്പസുകളും ചോദിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു കണ്ണൂർ IT പാർക്ക് അവിടെ ചെയ്തേക്കുന്ന സംവിധാനം, നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ നോംസ് ബൈപ്പാസ് ചെയ്തല്ലേ ഇത് ചെയ്തേക്കുന്നത്, ഇങ്ങനെ ചോദിക്കുന്ന സംവിധാനമുണ്ട്. കാര്യം ഇന്നോവേഷൻസിന് ക്ലാരിറ്റി കുറവാണ്. അപ്പൊ ഗവൺമെന്റ് ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ 100% ക്ലാരിറ്റിയും വേണം. ഇവിടെയാണ് ടാൽറോപ്പിന്റെ ഒരു ആശയമായിട്ട് ടാൽറോപ്പ് പറയുന്നത്, ടീച്ചർമാരെയോ അല്ലെങ്കിൽ ഒരു സ്കൂളിനെയോ സിസ്റ്റത്തിനെയോ കുറ്റം പറയാണ്ട് നമ്മളൊരു പാരലി ഒരു സംവിധാനം എന്ത് ചെയ്യണം വരണം. അത് ഓപ്പൺ ഇൻവിറ്റേഷൻ ആണ്. ഈ ഓപ്പൺ സോഴ്സ് കോൺസെപ്റ്റ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഗൂഗിളെ കൊണ്ടുവരും. ഇപ്പൊ മൈക്രോസോഫ്റ്റ് ഒക്കെ ശരിക്കും ഒരു കുത്തക പോലെ വെച്ചിരുന്ന സംവിധാനമാണ് ഗൂഗിൾ എന്ത് ചെയ്യുന്നത്, ഓപ്പൺ സോഴ്സ് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും അവൈലബിൾ ആകുന്ന കോൺസെപ്റ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ വരുമ്പോൾ ഒരുപാട് ആളുകൾ ഇത് ഡെവലപ്പ് ചെയ്തെടുത്തു. ഇതുപോലെ ഓപ്പൺ കോൺസെപ്റ്റുകൾ ഇവിടെ ഡെവലപ്പ് ചെയ്യപ്പെടണം. ഇപ്പൊ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, സത്യത്തിൽ കമ്പനികൾക്കല്ലേ മാൻ പവർ വേണ്ടത്. ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ കമ്പനികൾക്ക് വേണ്ട മാൻ പവർ ആണ്. കമ്പനികൾ എന്താണ് കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നു, അവർക്ക് വേണ്ട ഇനഫ് മാൻ പവർ കിട്ടുന്നില്ല എങ്കിൽ എല്ലാ കമ്പനികളും സ്കൂളുകളിലേക്ക് വന്നിട്ട് അവരൊരു R&D സ്പേസ് തുടങ്ങട്ടെ. അപ്പൊ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പൊ ഇതിനൊരു ഓപ്പൺ കോൺസെപ്റ്റ് ഒരു മോഡൽ ഉണ്ടാക്കി ഗവൺമെന്റ് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ഒരു ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിന്റെ ഒരു മോഡൽ ഉണ്ടാക്കിയാൽ മതി. ഒരു ഓപ്പൺ മോഡൽ ഉണ്ടാക്കിയിട്ട് ഇതിന് എന്ത് ചെയ്യണം, സ്കൂളുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആക്സസ് കൊടുക്കണം. പിന്നെ അവിടെ ഒരുപാട് ചോദ്യങ്ങളോ ഒരുപാട് സംവിധാനങ്ങളോ പാടില്ല. അത് ഇന്നോവേഷനാണ്. ഇന്നോവേഷന് ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഫ്രീഡം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ UAE പോലുള്ള രാജ്യമൊക്കെ ഡെവലപ്പ് ചെയ്ത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സംവിധാനമല്ലോ. മരുഭൂമിയിൽ അവരെന്താ ചെയ്തത്, ഓപ്പൺ ഇൻവിറ്റേഷൻ, ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ വന്നോ, നിങ്ങളുടെ ബിൽഡിംഗ് കെട്ടിക്കോ, റിയൽ എസ്റ്റേറ്റ് ചെയ്തോ, ഇൻവെസ്റ്റ് ചെയ്തോ, അവിടെ വാ, ഇവിടെ വാ, വിസ പ്രോസസ് ഈസി ആക്കി, പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ഒരു ഫ്രീഡം കൊടുത്തു. അപ്പം സത്യത്തിൽ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടീച്ചറിനെ പുഷ് ചെയ്തിട്ട് കാര്യമില്ല. ടീച്ചറിന് മുമ്പിൽ ഇരിക്കുന്ന 50 കുട്ടികൾ, 50 വ്യത്യസ്ത കഴിവുള്ള കുട്ടി. ഒരു കുട്ടിക്ക് നന്നായിട്ട് വരയ്ക്കാൻ അറിയാം, ലോകത്തിന്റെ ഏറ്റവും വലിയ ഡിസൈനർ ആകേണ്ട കുട്ടി. പക്ഷെ പഠിപ്പിക്കാൻ നമുക്ക് ടീച്ചറിന് ഒരു സിലബസേ ഉള്ളൂ. അതായത് പഴശ്ശിരാജയുടെ ഡേറ്റ് ഓഫ് ബർത്തും ടിപ്പു സുൽത്താന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പഠിപ്പിക്കാൻ ടീച്ചറിന് ഓപ്ഷൻ ഇല്ല. പകരം അതൊരു സിലബസ് ഒരു രാവിലെ തൊട്ട് ഉച്ച വരെ അങ്ങ് തീർന്നു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് സിസ്റ്റം കഴിയും. ബാക്കി സമയത്ത് എന്ത് ചെയ്തിട്ട് പരമാവധി ഓപ്പൺ എഡ്യൂക്കേഷൻ ആകട്ടെ. അങ്ങനെയുള്ള ഓപ്പൺ എഡ്യൂക്കേഷന് പുതിയ പുതിയ കോൺസെപ്റ്റുകൾ, ഇതിപ്പോ നമ്മളിപ്പോൾ ഒരു ഐഡിയത്തോൺ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ്, ഒരു ഹാക്കത്തോൺ പോലെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ ഒരു വലിയ സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നും എക്സ്പേർട്സുകളിൽ നിന്നും ഒരു 1000കണക്കിന് ഐഡിയാസ് വരും. അതിനെ ഫിൽട്ടർ ചെയ്യാൻ ഒരു പാനലൊക്കെ വെച്ച് നമുക്ക് പറ്റുന്ന വയബിൾ ആകുന്ന പ്രാക്ടിക്കൽ ആകുന്ന മോഡലുകൾ സ്കൂളിനോട് പറയുക, ഈ ഫ്രെയിംവർക്കിൽ നിങ്ങൾ അങ്ങ് ചെയ്തോ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കമ്പനികൾ ഉൾപ്പെടെ എല്ലാവരും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ഒരു ഫ്രീഡമാണ്, എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഇന്നോവേറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം സത്യത്തിൽ നമുക്കിവിടെ വരണം. ഇവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. നമ്മൾ ഇന്നലെയും തമാശയായിട്ടൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ക്യാമറ ഫോൺ ഉപയോഗിച്ചാൽ ഫോട്ടോ ലീക്കാവും, ക്യാമറ ഫോണെ നിരോധിച്ചു കളഞ്ഞിട്ട് നിങ്ങൾ നോക്കിയറെ പഴയ 3110 ഉപയോഗിക്കും എന്ന് പറയുന്നത് പോലെ പ്രൈവറ്റ് കമ്പനി സ്കൂളിൽ വന്നാൽ ഇങ്ങനെ സംഭവിക്കും, അത് പ്രൈവറ്റ് ഇനി വരരുത് എന്നങ്ങ് സർക്കുലർ ഇറക്കിയാൽ എന്ത് സംഭവിക്കും, ഇനിയുള്ള എല്ലാ ചേഞ്ചും അങ്ങ് നിൽക്കുകയാണ്, അവസാനിക്കുകയാണ്. അപ്പൊ കുറച്ചും കൂടി ഫ്രീഡം കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. അല്ല, ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനേ, സിമ്പിൾ. ഞാനും ഡയാനയും സഫീറും ജനിച്ച് വളർന്നപ്പോൾ നമ്മൾ സ്കൂളിലായിരുന്നപ്പോൾ നമ്മൾ ഏറ്റവും കേട്ട ചോദ്യം എന്താണ്? ആ ചോദ്യം ഇതാണ്, വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം വെൻ യു ഗ്രോ അപ്പ്? നമ്മൾ വലുതാകുമ്പോൾ നിനക്ക് എന്താവണം? ഏറ്റവും കൂടുതൽ കുട്ടികൾ ശരിക്കും ചോദിക്കേണ്ട ചോദ്യം എന്താ അറിയാമോ? നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഹൗ ഡു യു ഡിസൈഡ് വാട്ട് ഡു യു വാണ്ട് ടു ഡു വെൻ യു ഗ്രോ അപ്പ്? അതാണ്. അതായത് നീ വലുതാവുമ്പോൾ എന്താവുന്നല്ല, നീ വലുതാവുമ്പോൾ എന്താവണമെന്ന് എങ്ങനെ തീരുമാനിക്കും? എന്താണ് അതിന്റെ യാർഡ് സ്റ്റിക്സ്? നേരത്തെ ചോദിക്കുകയുണ്ടായി സ്കൂളിലെ ഒരു ടീച്ചറിന്റെ കാര്യം. യഥാർത്ഥത്തിൽ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചർ, ഈ രണ്ട് സിസ്റ്റമും ഒരു ഇന്റഗ്രേഷൻ ആണ്. അതായത് ഒന്ന് ടീച്ചർ, ഇവർക്കൊരു സൈക്കോമെട്രിക് അസസ്മെന്റ്, അങ്ങനെ 100 ഫീൽഡ് ഉണ്ട്. ഈ കുട്ടിക്ക് ഏറ്റവും അനുയോജ്യമായ, നമുക്ക് എല്ലാവർക്കും ആലോചിച്ച് നോക്കി, ഒരു 3-4 ഫീൽഡ് ആയിരിക്കും അനുയോജ്യം. ഉദാഹരണം, എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യം, ഞാൻ അസസ്മെന്റ് എടുക്കുമ്പോൾ ഒരു സയന്റിഫിക് അസസ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വരുന്നത് LLB, പബ്ലിക് പോളിസി, മാർക്കറ്റിംഗ്, ടീച്ചിങ്. ഇത് 4 എൻ്റെ ഓറിയന്റേഷൻ. ഒരു സഫീർജിക്ക് വരാൻ ചാൻസ് ഉള്ളത് കൂടുതൽ ഓൺട്രപ്രണർഷിപ്പ് വരും, ടോക്കിംഗ് വരാം, അങ്ങനത്തെ മാർക്കറ്റിംഗ് വരാം, ബ്രാൻഡിങ്, ഇങ്ങനത്തെ ഫീൽഡ് വരും. ഡയാനയ്ക്ക് ഒരു പക്ഷേ വരാൻ സാധ്യതയുള്ളൂ. ഇത് വെച്ച് പറയാണ്, വേറെ എന്തിലൊക്കെയാണ് പഠിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ മീഡിയ വരായിരിക്കും, മാർക്കറ്റിംഗ് വരായിരിക്കും, ബ്രാൻഡിങ് വരായിരിക്കും, ടീച്ചിങ്, സംസാരത്തിൽ താല്പര്യം വരായിരിക്കും. നമ്മുടെ ഈ 4 കാർഡ്, ഈ 4-5 ഉണ്ടെന്നിരിക്കട്ടെ, ഈ ജൂനിയർ സ്കൂൾ അല്ലെങ്കിൽ സ്കൂൾ പ്രോജക്ട്സ് പറഞ്ഞു പൈലറ്റ്. ഇപ്പൊ എനിക്ക് പൈലറ്റ് ഒരിക്കലും വരില്ല, ഞാൻ പൈലറ്റ് എടുത്തു നോക്കേണ്ട കാര്യമില്ല. അപ്പൊ നേരത്തെ ഒരു നാച്ചുറൽ സംശയം തോന്നും, 100 ഫീൽഡിന് വേണ്ടി ഉണ്ടെങ്കിൽ 100 നമ്മൾ എടുക്കണോ? അത് ഒരുപാട് വേസ്റ്റ് ഓഫ് റിസോഴ്സ് ആവില്ലേ? പകരം ആദ്യം ഒന്ന് നാരോ ഡൗൺ ചെയ്യുക. 100 എണ്ണത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ പരിചയമുള്ള 3-4 അല്ലെങ്കിൽ 5, ഈ 5 ഞാൻ എടുത്തു നോക്കുക. എന്താ അറിയേണ്ടത്? ഒരു എ ഡേ ഇൻ ദി ലൈഫ് ഓഫ് എ ലോയർ എങ്ങനെയായിരിക്കും?
+2 പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് ഞാൻ പറയുക, ഒരു ഡേ ഇൻ ദി ലൈഫ് ഓഫ് എ ലോയർ. റിപ്പോർട്ടർ അടക്കമുള്ള ഒരുപാട് ചാനൽ കാണുന്നു, അരുണുണ്ട്, സുജയുണ്ട്, നികേഷ് സാറുണ്ട്, അങ്ങനെ ഒരുപാട് പേര്. ഒരു ഡേ ഇൻ എ ലൈഫ് ഓഫ് എ മീഡിയ പേഴ്സൺ എങ്ങനെയാണ്? ഇവർക്ക് കിട്ടാൻ സാധ്യതയുള്ള വരുമാനം കാര്യങ്ങൾ എങ്ങനെയാണ്, ഇവരുടെ വർക്ക് കംഫർട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ എ ഡേ ഇൻ എ ലൈഫ് ഓഫ് എ മാർക്കറ്റിംഗ് പേഴ്സൺ എങ്ങനെയാണ്, എ ഡേ ഇൻ എ ലൈഫ് ഓഫ് എ ടീച്ചർ എങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ടീച്ചർക്ക് കുറേ കൂടെ അപ്ഗ്രേഡ് ചെയ്യണം, കുറേ കാര്യങ്ങൾ പഠിക്കണം, ലേൺ ചെയ്യണം, അഡാപ്റ്റ് ചെയ്യണം. മാർക്കറ്റിംഗ് ആൾക്കാർക്ക് ഇരുന്ന് ക്രിയേറ്റീവും ഇന്നോവേറ്റീവായ കാര്യം ഓരോ ജോലിക്കും. ഇപ്പം ലോയറിനാണെങ്കിൽ ഒരുപാട് കോംപ്രിഹെൻഡ് ചെയ്യണം, വായിക്കണം, പഴയ കോടതി റിസർച്ചുകളും രേഖകളും അപ്ഡേറ്റ് ചെയ്യണം. അപ്പം ഇവരുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും? 2, ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുവെ ചെയ്യാൻ കഴിയുക? 5 വർഷവും 10 വർഷവും കൊണ്ട് ഞാൻ LLB എടുത്താലോ മീഡിയ എടുത്താലോ 1.5 വർഷം എടുത്താലോ എന്ത് ഗ്രോത്ത് ഉണ്ടാകും? ഇതൊക്കെ കുട്ടിക്ക് അറിയാനായിട്ട് സ്കൂളിൽ തന്നെ ഒരു സ്കൂൾ പൈലറ്റ്, സ്കൂൾ ലോയർ, ജൂനിയർ ലോയർ, പേരെന്ത് വിളിച്ചാലും ജൂനിയർ ലോയർ കോഴ്സ് കൊടുക്കുക. ഞാൻ എടുക്കുന്നു. എനിക്ക് അങ്ങനെ എക്കണോമിക്സ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ പകുതി ദിവസം കൊണ്ട് തീരുമാനിക്കുമായിരുന്നു എനിക്ക് വേണ്ട. എന്റെ വൈഫിന് അങ്ങനെ മറ്റേ സിവിൽ എടുത്തുന്ന സാധനത്തിന് ദീപയ്ക്ക് ഒരു 1/2 ദിവസം കോഴ്സ് എടുത്തേ അപ്പം തീരുമാനിക്കുമായിരുന്നു വേണ്ട. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് എടുത്ത പല കോഴ്സുകളുടെ ഒരു ജൂനിയർ കോഴ്സ് 6 മണിക്കൂറോ 12 മണിക്കൂറോ കിട്ടിയാൽ 1-2 മണിക്കൂറിനകം എനിക്ക് പറ്റില്ല എന്ന് അപ്പം നമ്മൾ തീരുമാനിക്കുമായിരുന്നു. പക്ഷെ നമുക്കത് കിട്ടിയില്ല. അപ്പോൾ സൈക്കോമെട്രിക് അസസ്മെന്റ് 2, ഇതാണ് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുക. എന്നിട്ട് അവർക്കൊരു ജൂനിയർ ഡോക്ടർ. ചില ആൾക്കാർക്ക് വീട്ടുകാരുടെ പ്രശ്നമാണ്, മോനെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നിനക്ക് മാരേജ് മാർക്കറ്റിൽ വലിയ വിലയാണ്. അല്ലെങ്കിൽ ഞാൻ തേവളിൻ പറപ്പിൽ ജോസഫ് അലക്സ് മമ്മൂട്ടിയുടെ കാണുമ്പോൾ ഒരുപാട് പേർക്ക് ഒരു IAS ഓഫീസർ ആവും. IAS ഓഫീസറിന്റെ ലൈഫിലെ 1 ഡേ എങ്ങനെയാണ്? ഇത് കൃത്യമായിട്ട് എടുക്കുക, എന്നിട്ട് അവരെ കാണിക്കുക. ഇഷ്ടമാണെങ്കിൽ എടുത്തോട്ടെ, എനിക്ക് 5 എണ്ണം ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കട്ടെ, ബാക്കി കാര്യങ്ങൾ എടുത്തു നോക്കുക. ഇവിടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയും. എനിക്ക് സഫീർജിയോടുള്ള റിക്വസ്റ്റ്, എനിക്ക് ടാൽറോപ്പിനോട് റിക്വസ്റ്റ് ആയിട്ട്, ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ നിൽക്കുന്ന വ്യക്തി എന്നതിൽ റിക്വസ്റ്റ്, യഥാർത്ഥത്തിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കിന്ന് ഗൂഗിൾ മാപ്പ് ഉണ്ട് അല്ലേ? ഗൂഗിൾ മാപ്പിൽ ഈസിയായി തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് പോകണം. എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ലൊക്കേഷൻ ട്രിവാൻഡ്രം, എൻഡ് ലൊക്കേഷൻ എറണാകുളം. ലോകത്ത് എവിടെയാണെങ്കിലും ഈ ആപ്പ് എടുത്താൽ ഫ്രീ ആയി വഴി കാണിക്കും. ഇതേപോലെ നമുക്കൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യണം. ആപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ലൊക്കേഷൻ 8th സ്റ്റാൻഡേർഡ്, എനിക്ക് എത്തേണ്ടത് ഡോക്ടർ അല്ലെങ്കിൽ IAS അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ മീഡിയ പാസ് എന്ന് പറയുമ്പോൾ ഒരു വഴി. ആ വഴി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ് ആകാം, ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ കുട്ടികളോട് പിച്ചും ചെയ്യാം. അതായത് ഗൂഗിൾ മാപ്പ് പോലെ നിങ്ങൾക്കൊരു കരിയർ മാപ്പ് അല്ലെങ്കിൽ ലൈഫ് മാപ്പ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ കുട്ടിക്ക് സ്റ്റെപ്പ് വരും. ഞാനിപ്പോൾ സിവിൽ സർവീസിനാണ് പോകാൻ ആഗ്രഹിക്കുന്നു ഇരിക്കട്ടെ, 10ാം ക്ലാസ്. ഇപ്പോഴേ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നീ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യണം, നീ കുറച്ചുകൂടെ കൃത്യമായിട്ട് പേപ്പറുകൾ വായിച്ചു തുടങ്ങണം, നീ ഹിന്ദു അടക്കമുള്ള കാര്യങ്ങൾ വായിക്കണം, എഡിറ്റോറിയൽ വായിക്കണം, ലോക സംഭവങ്ങൾ അറിയണം. ഇതൊന്നും അറിയാതെ പറ്റില്ലല്ലോ. നേരെ മറിച്ച് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിനാണ് പോകണമെങ്കിൽ ഇതൊന്നും ഞാൻ ചെയ്യേണ്ട. എനിക്ക് ജനറൽ ഒരു വ്യൂ മതി, എനിക്ക് ഫാഷൻ ഡിസൈനർ ആണ്. അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾക്ക് ഈ കാലത്തിൽ ഒരു ആഗ്രഹമുണ്ട്, ഫാഷൻ ഡിസൈനർ ആകണം. ഞാൻ 9th പഠിക്കുന്നത്. വാട്ട് ആർ ദി റൂട്ട്സ് യു ഷുഡ് മേക്ക്, വാട്ട് ആർ ദി തിങ്സ് യു ഷുഡ് സീ. യൂട്യൂബിലൊക്കെ ഇപ്പൊ യൂഡമിയുടെ ഒക്കെ വളരെ അഫോർഡബിൾ ആയ കോഴ്സുകളുണ്ട്. ചിലപ്പോൾ ആയിരിക്കും കുട്ടികൾ അതായിരിക്കും. അപ്പൊ ഇത് എടുക്കണം. ഇങ്ങനെ ഗൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്. അപ്പോൾ ഒരു പക്ഷേ ടാൽറോപ്പിനൊക്കെ കേരളത്തിനും ഇന്ത്യക്കും ഒരുപക്ഷെ ലോകത്തിനും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനം ഇങ്ങനെ ഒരു ഗൂഗിൾ മാപ്പ് പോലെ കരിയർ മാപ്പ്, ലൈഫ് മാപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം ഇറക്കുക. എന്നിട്ട് ആ കുട്ടികൾക്ക് ബ്രോഡ് ഡിറക്ഷൻസ് മതി. ബ്രോഡ് ഡിറക്ഷൻസ് ഇതൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ള പിറ്റ്ഫോൾ. ഉദാഹരണം, സിവിൽ സർവീസിന് പോകുന്നവർക്ക് ഏറ്റവും സംഭവിക്കാൻ സാധ്യതയുള്ള പിറ്റ്ഫോൾ, പല വർഷങ്ങൾ ഇത് ട്രൈ ചെയ്യും, കിട്ടില്ല. ഈ 4 വർഷവും ട്രൈ ചെയ്ത് കിട്ടാത്തവർക്ക് എന്ത് പറ്റുമെന്ന് അറിയാം? കൂടെ ഉള്ളവരെല്ലാം ജോലിയായി, കല്യാണമായി, പിള്ളേരായി, ഇവരൊന്നുമില്ലാതെ കറങ്ങി നിൽക്കുന്ന ഒരു ദുരവസ്ഥയുണ്ട്. അത് പറ്റാതിരിക്കാൻ നിങ്ങൾക്കൊരു സൈഡായിട്ട് വേറെ എന്ത് ചെയ്യാം? വേറെ ഏത് കോഴ്സിന് പ്രിപ്പയർ ചെയ്യാം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവരെ ഒരു ആപ്പ് വൈസ് ആയിട്ട് ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്യുന്ന പോലെ ആൾക്കാർ ഇത് സെർച്ച് ചെയ്യും. നാളെ ഞാൻ ലോയർ ആണോ എന്ന് തീരുമാനം. സത്യം പറഞ്ഞാൽ ഒരുപാട് പേരോട് കൺസൾട്ട് ചെയ്യാനില്ലായിരുന്നു. അപ്പൊ ലോയർ, ഞാൻ കുറെ യൂട്യൂബ് വീഡിയോസാണ് കണ്ടത്. പകരം ഈ ആപ്പിൽ 1-2 നല്ല വീഡിയോസ് കൊടുക്കുക. ഒരു ലോയർ ആയ എന്താണ്, ഇനി 2 ലോ എടുക്കുമ്പോൾ എന്തൊക്കെ തിരഞ്ഞെടുക്കണം. ഒരുപാട് പേർക്ക് ഇത് കാണുന്നവർക്ക്, പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ മീഡിയ പ്രൊഫഷൻ, എനിക്കൊരു ജേർണലിസ്റ്റ് ആകണമെന്ന് താല്പര്യമുള്ളവർ കാണും, ആങ്കർ ആകണമെന്ന് താല്പര്യമുള്ളവർ കാണും. മീഡിയയിൽ ഏതെങ്കിലും സ്പേസ് എങ്ങനെയാവും? നമുക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. ഏതെങ്കിലും മീഡിയ ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പ് നടത്തും, അതിൽ പോകുന്നതാണ്. പകരം ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ അതിൽ സ്റ്റെപ്സ് ആയിട്ട് കൊടുക്കുക. നിങ്ങൾ മീഡിയ കാണുക, ലാംഗ്വേജ് പോളിഷ് ചെയ്യുക, മലയാളം നന്നാക്കുക, ഇംഗ്ലീഷ് നന്നാക്കുക, ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്റേൺഷിപ്പ് ചെയ്യുക എന്ന് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കമ്പനീസിനും ഗുണമാണ്. ഈ പിള്ളേർ വരുമ്പോൾ അവരുടെ ഒരു എനർജിയും അവരുടെ ഒരു വൈബ്രൻസും കമ്പനിക്ക് ഗുണമാണ്, പിള്ളേർക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനല്ലാതെ ഇപ്പൊ അങ്ങനെ ഞാനിപ്പോൾ എനിക്ക് പബ്ലിക് പോളിസിയിൽ ഞാൻ വളരെ സീരിയസ് ആയി റിസർച്ച് ചെയ്യണമെന്നുള്ളൂ. ഞാൻ കുറേ സെർച്ച് ചെയ്തു, അങ്ങനെ ഒരു സാധനമില്ല. എന്ന് പറഞ്ഞാൽ എവിടെ അങ്ങോട്ട് ആൾക്കാർ പറയുന്നു പബ്ലിക് പോളിസിയിൽ എനിക്ക് ഏതെങ്കിലും നല്ല പേപ്പറുകളും മറ്റും ചെയ്യണം. അപ്പോൾ ഈ ഡിജിറ്റൽ മേഖലയുടെ സാന്നിധ്യവും സ്വാധീനവും വെച്ച് അങ്ങനെ ടാൽറോപ്പ് അടക്കം ഒരു കരിയർ മാപ്പ് എന്നോ ലൈഫ് മാപ്പ് എന്നോ പറഞ്ഞാൽ ആൾക്കാർക്ക് ഏറ്റവും സിമ്പിൾ ആയിരിക്കണം.
ഇവിടെ തുടങ്ങി ഇവിടെ പോകണം, കൂടുതൽ കോംപ്ലക്സ് ഒന്നുമില്ല, എനിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ പോകണം, തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്ത് തൃശ്ശൂർ പോകണം. നമ്മൾ അങ്ങനെയല്ലേ മാപ്പ് ഉപയോഗിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മുതിർന്നവരൊക്കെ എന്ത് ബുദ്ധിമുട്ടിയാണ് വഴി കണ്ടുപിടിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് ഒരു പ്രശ്നമുണ്ട്. തിരുവനന്തപുരത്തുകാരോട് പ്രശ്നം വെച്ചാൽ തെക്കോട്ട് പോകും വടക്കോട്ട് പോകും എന്നൊക്കെ പറയും. ഞാൻ പറയാം, ചേട്ടാ ഈ രാത്രി 7 മണിക്ക് എങ്ങനെ ഈ വടക്കോട്ട് തെക്ക് കിഴക്കോട്ടൊക്കെ പോകണമെന്ന് പറയും. ഞാൻ എങ്ങനെ ഈ രാത്രി ഇന്ന് കിഴക്കേന്ന് കണ്ടുപിടിക്കും. ചില ആൾക്കാർക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. ഫർലോങ് എന്നൊക്കെ പറയും. ഇവിടെ എറണാകുളത്ത് പറയുന്നറിയില്ല, ഇന്ന കിഴക്കോട്ട് ഇന്ന ഫർലോങ് പോയാലും ചേട്ടാ ഈ കിഴക്കൊക്കെ എങ്ങനെയാവും. പകരം ഇന്ന് ഗൂഗിൾ മാപ്പ് ആരോടും ചോദിക്കണ്ട. അപ്പൊ അതേപോലെ ടെക്നോളജി അപ്ഗ്രഡേഷൻ നമ്മൾ ഭാവിയിൽ കൊണ്ടുവരണം. ഐ ബിലീവ് ടാൽറോപ്പ് അടക്കമുള്ള ഈ എക്കോ സിസ്റ്റത്തിന് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും. ഈശ്വർ സാർ, ഇപ്പോൾ സ്കിൽ ഡെവലപ്മെന്റിന് വിദ്യാർത്ഥികൾക്ക് ഒരു അവസരം കിട്ടാത്ത ഒരു സാഹചര്യം വരുന്നു, ഒരു അഭാവം വരുന്നു. തീർച്ചയായിട്ടും അവരുടെ ഭാവി, അവരുടെ കരിയറിനെ അത് ബാധിക്കത്തില്ലേ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ടു ബി വെരി ഓണസ്റ്റ്, നിങ്ങൾക്ക് കരിയർ, ഞാൻ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് കരിയർ ഉണ്ടാവില്ല. കരിയർ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പിടിച്ചു നിൽക്കാൻ പോകുക? 4 സ്കിൽസിനാണ് ഇന്ന് 21st century സ്കിൽസ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് എല്ലാം അങ്ങനെയാണ് പറയുന്നത്. നേരത്തെ സഫീർജി പറഞ്ഞത് ഹൊവാർഡ് ഗാർണറുടെ തിയറിയാണ്, അതായത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഇത് ഹാർവേഡിലെ സൈക്കോളജിസ്റ്റായ ഹൊവാർഡ് ഗാർണർ ആണ് ആദ്യം 8ഉം പിന്നീട് 9ഉമായിട്ട് 9 തരം ബുദ്ധിവൈഭവങ്ങളാണ് ഉണ്ടെന്ന് പറയുന്നത്. സിമ്പിളായി ഇത് കേൾക്കുന്ന ടീച്ചർമാർ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പണ്ട് സ്റ്റാഫ് റൂമിൽ ടീച്ചർമാർ ഒരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് തിരിച്ച് സ്റ്റാഫ് റൂമിലേക്ക് പോകുമ്പോൾ അവരുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടാവും. നമ്മൾ ടീച്ചർമാരെ കമന്റ് അടിക്കുന്നോ സംസാരിക്കുന്നോ ടീച്ചർമാർക്ക് ഉണ്ടാവും. അന്ന് ടീച്ചർമാർ പരസ്പരം ചോദിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഹൗ ഏബിൾ ആർ ദി സ്റ്റുഡൻസ് എന്നാണ്. പിള്ളേരെങ്ങനെയുണ്ട്, കഴിവുള്ളവരാണോ, പിള്ളേരെങ്ങനെയുണ്ട്, കൊള്ളാമോ, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇന്ന് ചോദിക്കുന്നത് അങ്ങനല്ല. പണ്ട് ഹൗ ഏബിൾ ആർ ദേ എന്നാണെങ്കിൽ ഇന്ന് ചോദിക്കുന്നത് ഹൗ ആർ ദേ ഏബിൾ എന്നാണ്. പണ്ട് ഹൗ ഏബിൾ ആർ ദേ, അവർക്ക് കഴിവുണ്ടോ. ഇന്ന് ചോദിക്കുന്നത് ഹൗ ആർ ദേ ഏബിൾ, അവർക്ക് എങ്ങനെയൊക്കെ കഴിവുണ്ട്. അവൻ നന്നായിട്ട് പാടുമെന്ന് തോന്നുന്നു, അവൻ ഉഗ്രമായിട്ട് സംസാരിക്കും കേട്ടോ, പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് കുറവാ. ഇവൻ മിടുക്കനാണ്, നന്നായി പരീക്ഷ എഴുതും, അവൻ നല്ല ലീഡറാണെന്ന് തോന്നുന്നു, അവൻ നന്നായി ഇവന്റും പ്ലാൻ ചെയ്യും, അവന് നമുക്ക് സോഷ്യൽ ഓർഗനൈസ് ചെയ്യാൻ കൊടുക്കാം. ഓരോ കുട്ടിക്കും അങ്ങനെ 8 തരം, 9 എന്നാണ് ബ്രോഡ്ലി, പക്ഷേ നമ്മളിപ്പം ജനറലി ഇന്ത്യയിൽ എടുക്കുന്ന 8 ഫ്രെയിംവർക്കാണ്. 8 തരം ബുദ്ധിവൈഭവങ്ങളുണ്ട്. ചില ആൾക്കാർക്ക് വെർബൽ ഇന്റലിജൻസ് ആണ്, ചില ആൾക്കാർക്ക് റിതമിക് ഇന്റലിജൻസ് ആണ്, മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ്, ചില ആൾക്കാർക്ക് ഇന്റർപേഴ്സണൽ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള, ചില ആൾക്കാർക്ക് ഇൻട്രാ പേഴ്സണൽ, അതായത് എനിക്ക് എന്നെ തന്നെ ലീഡ് ചെയ്യാനുള്ള കഴിവാണ്, ചില ആൾക്കാർക്ക് മാത്തമാറ്റിക്കൽ ലോജിക്കൽ ഇന്റലിജൻസ് ആണ്. ഇങ്ങനെ 8. ചില ആൾക്കാർക്ക് നാച്ചുറലിസ്റ്റിക് ആണ്. ഇന്നിത് മെഷർ ചെയ്യാൻ പറ്റും, ഇന്നിത് മാപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഒരു കുട്ടിക്കും 2 കുട്ടികളുടെയും സയന്റിഫിക്കലി മാപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ എക്സ്റേ എടുത്ത ഒരാളുടെ കാണുന്നത് പോലെ മാപ്പ് ചെയ്യാൻ പറ്റും. ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് മാപ്പ് ചെയ്യുക, നേരത്തെ പറയുന്ന എക്സ്പോഷർ കൊടുക്കുക, രണ്ടും കൂടെ വെച്ചൊരു റിസൾട്ട് ഉണ്ടാക്കുക. ഇത് ഇന്ന് പോസിബിൾ ആണ്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ടെക്നിക്കലി സ്പീക്കിംഗ് SP ബാലസുബ്രഹ്മണ്യത്തെക്കാൾ കൂടുതൽ വർഷം പാട്ട് പഠിച്ച വ്യക്തിയാണ് ഞാൻ. അത് ആലങ്കാരികമായി പറയുന്നതാണ്. SP ബാലസുബ്രഹ്മണ്യം ഗിന്നസ് ബുക്കിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതൽ 3-4 വർഷം പാട്ട് പഠിച്ചതാണ്. എൻ്റെ അമ്മ പാട്ടൊക്കെ പാടി. നമ്മൾ 21 വർഷം പാട്ട് പഠിച്ചു. യേശുദാസിനോട് കച്ചേരിയൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പം കല്യാണത്തിന് ശേഷം നമ്മുടെ നാട്ടിലെ പലപ്പോഴും സംഭവിക്കുന്ന പോലെ അമ്മ ജോലിക്ക് പോകണ്ട, പാട്ടൊന്നും പഠിക്കേണ്ട എന്ന് പറഞ്ഞാൽ അച്ഛൻ വീട്ടിലിരുത്തി. അപ്പം അമ്മയ്ക്ക് ഈ പാട്ട് അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അപ്പം അമ്മയുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്നെ പാട്ടുകാരനാക്കണമെന്നായിരുന്നു. ഞാൻ 4 വർഷം പാട്ട് പഠിച്ചു. 3.5-4 വർഷം പാട്ട് പഠിച്ചു. 4 വർഷം കഴിഞ്ഞ് സാറ് എന്ന് പറഞ്ഞു, ഇവൻ ഈ സാരിഗാമ പായുടെ മേളിൽ പോണില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്, ഇവനെ കൊണ്ട് കാര്യമില്ല. അപ്പം എൻ്റെ അമ്മയ്ക്ക് കാര്യം ഞാൻ ടോൺ ഡെഫ് ആണ്. ആലങ്കാരികമായി പറയുന്നതല്ല, എനിക്ക് പാട്ടിന്റെ പിച്ചു മാറുന്നത് മനസ്സിലാവില്ല, എനിക്ക് ഒറിജിനലി മനസ്സിലാവില്ല. ഞാനൊരു TV പരിപാടി ഞാനും ദീപയാണ് ചെയ്തത്. MG ശ്രീകുമാറും ചിത്രചേച്ചിയായിരുന്നു അതിൻ്റെ ജഡ്ജസ്. അപ്പോൾ MG ശ്രീകുമാർ എന്നെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, മോനെ അങ്ങനല്ല, എല്ലാവരും പാടണം, പാട്ട് ദൈവദത്തമായ കഴിവാണ്, നമ്മുടെ ഉള്ളിൽ സംഗീതമുണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ ഡയലോഗ് ഉണ്ടല്ലോ, അതുകൊണ്ട് നീ 2 വരി പാടൂ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇല്ല, ഞാൻ പാടുന്നില്ല, അത് മോശം. ഇല്ലില്ല, പാടണം, പാടിയേ പറ്റുമോ, ദൈവാനുഗ്രഹമാണ്. ഞാനപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്പിറേഷനിൽ പാടി. ഒറിജിനലി നടന്ന സംഭവമാണ്, ഒറിജിനലി പാടി. പുള്ളിയപ്പോൾ 2 വേണ്ട, എല്ലാവരും പാടണ്ട, അത് എനിക്ക് തെറ്റുപറ്റിയത്. കാര്യം എനിക്കങ്ങനെ ട്യൂണും സാധനവും വരില്ല. അപ്പം ഞാൻ ഇനി 3-30 വർഷം പാട്ട് പിടിച്ചാലും ഒരു കാര്യമില്ല. അപ്പൊ ഇതെന്റെ അമ്മ തിരിച്ചറിയാതെ അമ്മയുടെ ആഗ്രഹം എന്നിലൂടെ അടിച്ചേൽപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ ഏതുപോലെ എന്ന് പറഞ്ഞാൽ, സച്ചിൻ്റെ അച്ഛൻ മറാഠി ലിറ്ററേച്ചറിലെ വലിയൊരാളാണ്. സച്ചിൻ ടെണ്ടുൽക്കറുടെ അച്ഛനായ രമേശ് ടെണ്ടുൽക്കർ ചെറിയ പ്രായത്തിൽ പറഞ്ഞിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, നീ ചുമ്മാ കമ്പും കോലും ഒക്കെ എടുത്ത് സമയം കളയാതെ നീ കുറച്ച് ലിറ്ററേച്ചർ വായിക്കുക, നീ സാഹിത്യം പഠിക്കുക, നീ സാഹിത്യത്തിലേക്ക് വായിക്കുന്നു എന്ന് സച്ചിൻ്റെ അച്ഛൻ സച്ചിനോട് പറഞ്ഞെങ്കിൽ സച്ചിൻ ഉണ്ടാവില്ല. ഇന്ന് സച്ചിനെ കുറിച്ച് പുസ്തകങ്ങളും സിനിമകളും രചിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ഈ ധോണി സിനിമയിൽ യങ്സ്റ്റേഴ്സിന് കുറച്ചുകൂടെ കണക്ട് ചെയ്യുന്ന ധോണി ആയിരിക്കും. ധോണി സിനിമ കണ്ടോന്നറിയില്ല, നമ്മുടെ സുശാന്ത് സിംഗ് രാജ്പുട്ട്, മഹേന്ദ്ര. അപ്പൊ ആ സിനിമയിൽ ഏറ്റവും ടച്ചിങ് ഒരു രംഗമുണ്ട്. ധോണിയുടെ TT കളക്ടറാണ്, ടിക്കറ്റ് കളക്ടറാണ്. ധോണിയുടെ അമ്മ ചെന്ന് ധോണിയുടെ തോളിലൊക്കെ തട്ടിയിട്ട് പറയാണ്, മോനെ നീ ഒന്ന് ആഞ്ഞ് ശ്രമിക്കുകയാണെങ്കിൽ മാസം 15,000 രൂപ ഉണ്ടാക്കാം.
15,000 രൂപ വരെ നിനക്കുണ്ടാക്കാൻ പറ്റും. നീ അതുകൊണ്ട് ഈ ജോലിയിൽ ശ്രദ്ധിക്കണം, ക്രിക്കറ്റൊന്നും കളിച്ച സമയം കളയണം. അതിലെ ആ രംഗം എന്ന് പറഞ്ഞാൽ ധോണി ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറച്ചു നേരം ഇരുന്നിട്ട് വീണ്ടും ട്രെയിനിൽ കയറി പോകുന്നുണ്ട്. ധോണി അങ്ങനെ ചെയ്തില്ല. ഇല്ല ശരി TT ആകണം എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ അവിടെയാണ് ഓരോരുത്തരും. ഇത് ഈ സ്പോർട്സിലോ സിനിമയിലോ മാത്രമല്ല, ചില ആൾക്കാർ സിവിൽ സർവീസ് ആയിരിക്കാം, ചില ആൾക്കാർ ഓൺട്രപ്രണർഷിപ്പ് ആയിരിക്കാം. അപ്പം യു ഷുഡ് ബി ഏബിൾ ടു ഐഡന്റിഫൈ. ഞാൻ ഇന്നലെ സഫീറിനോട് സംസാരിച്ച ആ വാക്കാണ്, സയന്റിഫിക്കലി ഐഡന്റിഫൈ ഹൂ യു ആർ. ഇനി അത് ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ എക്സ്പോഷർ. അത് 3-4 എണ്ണം പോകുമ്പോൾ എനിക്ക് കൂടുതൽ ഓറിയന്റേഷൻ. ഇത് നമ്മൾ നമ്മുടെ വരും തലമുറയോട് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. ഇത് ലക്ഷറി പോലും അല്ല, ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഇല്ലെങ്കിൽ ദേ വിൽ എൻഡ് അപ്പ് ലൂസിങ് മെനി ഇയേഴ്സ് ഓഫ് ദിയർ ലൈഫ്. സഫീർ സാർ, നമ്മുടെ ടാൽറോപ്പിൻ്റെ എഡ്യൂക്കേഷൻ ഇക്കോസിസ്റ്റം വഴി നമ്മുടെ അഭിരുചികൾ നമുക്ക് എപ്പോഴും വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു വശം, നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള കരിയർ ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കരിയേഴ്സ് ഉണ്ട്, ലൈക്ക് മെഡിസിൻ, ഗവൺമെൻറ് ജോബ്സ്, അല്ലെങ്കിൽ എൻജിനീയറിങ്, അങ്ങനെ കുറേ ഫീൽഡുകളുണ്ട്. അപ്പം ടാൽറോപ്പിലൂടെ അല്ലെങ്കിൽ ടാൽറോപ്പിൻ്റെ ഇക്കോസിസ്റ്റത്തിലൂടെ സ്വന്തം അഭിരുചി കണ്ടെത്തിയ ഒരു വിദ്യാർത്ഥിക്കും ഈ പ്രൊഫഷൻസ് ആണോ ചൂസ് ചെയ്യേണ്ടി വരിക, അതോ ഈ നമ്മുടെ ഈ ഇക്കോസിസ്റ്റത്തിൽ ജോബ് ക്രിയേഷൻ എന്നൊരു സാധ്യത വളർന്നു വരുന്നുണ്ടോ? അതെ, ഇതിലിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി 23 വയസ്സ് അല്ലെങ്കിൽ ഇപ്പോൾ 22 വയസ്സാവുന്ന ഒരു കുട്ടിയെ നമ്മൾ അധികം പഠിപ്പിക്കാനൊന്നും ശ്രമിക്കരുത്, നടക്കില്ല എന്നുള്ളതാണ്. അതായത് എൻ്റെ പെങ്ങളെ കെട്ടിക്കണം, എനിക്ക് വീട് വെക്കണം, പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ പ്രാരാബ്ദങ്ങൾക്ക് മേൽ പ്രാരാബ്ദത്തിൽ നിൽക്കുന്ന സമയമാണ്, എങ്ങനെയെങ്കിലും ഒരു ജോബ് കിട്ടണം, ഇതൊക്കെ ആഗ്രഹിച്ച് നിന്ന്, ഇല്ലെങ്കിൽ കുടുംബം വഴിയാധാരാകും, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ബാങ്ക് ലോൺ ഇനി ഞാനാണ് അടയ്ക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന കുട്ടികളെ നമുക്കിനി അധികം പഠിപ്പിക്കാൻ കഴിയില്ല, ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റി കാണിച്ചു കൊടുക്കാൻ കഴിയില്ല, അങ്ങോട്ടേക്ക് പോയി ഇങ്ങോട്ടേക്കൊന്നും പറയത്തില്ല, എന്തെങ്കിലും ഒരു ജോബിൽ അവർക്ക് ലാൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഈ സാഹചര്യത്തിൽ പിന്നെ നമുക്കൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് ടാൽറോപ്പ് എഡ്യൂക്കേഷൻ എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറഞ്ഞത്, ഇത് ഏർലി ഡേയ്സിൽ തുടങ്ങണം. ഒരു 10 വയസ്സിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിരിക്കണം. വളരെ ഏജിൽ, ഇപ്പോൾ ഒരു 6 വയസ്സ് 7 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ കുട്ടികൾ സ്വയം ചിന്തിച്ചു തുടങ്ങുന്നതും പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയമാണ്. പക്ഷേ ഒരു 10 വയസ്സാകുമ്പോൾ എന്താവും, കുട്ടി പാരന്റ് സപ്പോർട്ടൊന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു സമയത്തിലേക്ക് എത്തും. ഇപ്പൊ 8 വയസ്സെന്നാണ് ഇപ്പൊ പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളെയൊക്കെ നോക്കുമ്പോൾ ഒരു 10 വയസ്സിൽ ഒരു 5ാം ക്ലാസ്സിലെ കുട്ടിയാണ് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ സമയം മുതൽ തന്നെ സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കാണിച്ചു കൊടുക്കണം. കാരണം നമ്മൾ ജോബ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ട് എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ജനറലി അറിയാവുന്ന സംവിധാനം ഇതൊക്കെയാണ്. പക്ഷെ എന്തൊക്കെ ജോബിൽ ആളുകൾ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ എല്ലാ ജോബിലും ആളുകളുണ്ട്. എത്ര കമ്പനികളുണ്ട്, അവിടെ എന്തൊക്കെ വ്യത്യസ്ത തരം ജോബ് ഉണ്ടെങ്കിലും ഒക്കെ ആളുകളുണ്ട്. പക്ഷേ ആവറേജുകളും ബിലോ ആവറേജുകളുമാണ് ബഹുഭൂരിപക്ഷം ജോബിലും ഇരിക്കുന്നതെന്ന് പറയാം. കാര്യം ആ ജോബിലേക്ക് എത്തിയത് റോങ് പേഴ്സൺ ആണ്, സാഹചര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് റെഫറൽ കിട്ടി, ഓക്കെ അവിടെ ഒരു വേക്കൻസി വന്നപ്പം എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ ഒരാളെ വിളിച്ച് ചേർക്കുകയാണ്, അങ്ങനെയാണ് ഈ ജോബൊക്കെ ഫില്ലാവുന്നത്. പക്ഷെ അതിലേക്ക് എക്സാക്ട്ലി എത്തേണ്ട ആളല്ല എത്തിയിട്ടുള്ളത്. ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഏർലി ഡേയ്സിൽ ഈ കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടണമെന്നല്ല. ഈ നെറ്റ്വർക്കിംഗ് ഒക്കെ നമ്മൾ പറയുമ്പോൾ ഒരു കുട്ടിക്ക് മനസ്സിലാകണം ഇങ്ങനെയൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ലോകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള ഒരു സംവിധാനം, അവിടെ ഒരു പൂള് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. അതായത് കമ്പനികൾക്ക് മാൻ പവർ കിട്ടാനുള്ള ഒരു പൂളും മാൻ പവറിന് കമ്പനികളെ കണക്ട് ചെയ്യാനൊക്കെ ഒരു സെൻട്രൽ എക്കോസിസ്റ്റം വേണം എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഇപ്പോൾ ഓക്കെ നമ്മളിപ്പോൾ ഒരു കുട്ടിയെ നന്നായിട്ട് എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു, ആ കുട്ടിക്ക് നമ്മൾ ഇങ്ങനെയുള്ള കമ്പനികൾ കാണിച്ചു കൊടുത്തു, കുട്ടി അതിലേക്ക് പോയി. പക്ഷേ ഈ കുട്ടിക്ക് വേറൊരു മേഖലയിൽ ഭയങ്കരമായ കഴിവുണ്ട്. അപ്പൊ ഇവിടെ കുറെ ടെക്നിക്കൽ പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അത് നമുക്ക് എത്രത്തോളം ഫിക്സ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ഫിക്സ് ചെയ്യാന്നുള്ളത്. ഒരിക്കലും 100% ഫിക്സ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്, ഒരു കുട്ടിയുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങിയാൽ ഒന്നുകിൽ ആ കുട്ടി ജോബ് ചെയ്യുന്ന ആളാകണം, അല്ലെങ്കിൽ ജോബ് കൊടുക്കുന്ന ആളാകണം. ഇത് രണ്ടുമല്ലാത്തൊരവസ്ഥയിലേക്ക് പോരുക. കാര്യം ഒരു മനുഷ്യന്റെ നെസസിറ്റിയാണ്. ഇപ്പൊ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ എന്താണ് വീട് വെക്കുക, കമ്മ്യൂണിക്കേഷൻ, ട്രാവല്, അവരുടെ കുടുംബകാര്യങ്ങൾ നോക്കുക, അവരുടെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ലെവലിലേക്ക് ഇവരെന്ത് ചെയ്യണം, സ്വയം ഒരു ഇൻകം ജനറേഷൻ, അല്ലെങ്കിൽ അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ അവർക്ക് വേണം എന്നുള്ളതാണ്. അതിന് കഴിയാതെ വരുമ്പോൾ എന്താവും, ഈ കുട്ടി സമൂഹത്തിൽ പ്രശ്നക്കാരനാണ്. കാര്യം അവനൊരു ജോബില്ല, അവർക്കൊരു ജോബില്ല. അതേ സമയത്ത് അപ്പുറത്തുള്ള ഒരു BMW കൊണ്ട് നടക്കുമ്പോൾ ഇവർക്ക് ഫ്രസ്ട്രേറ്റഡ് ആകുകയായിരുന്നു. അത് എനിക്ക് കിട്ടാത്ത കാര്യം, ഞാൻ എഫേർട്ട് എടുത്തു, ഞാൻ പഠിച്ചു, എന്നോട് 10ാം ക്ലാസ് പഠിക്കാൻ പറഞ്ഞ് ഞാൻ പഠിച്ചു, +2 പഠിക്കാൻ പറഞ്ഞ് ഞാൻ പഠിച്ചു, ഡിഗ്രി പഠിക്കാൻ പറഞ്ഞ് ഞാൻ പഠിച്ചു, എല്ലാം കഴിഞ്ഞു, ഞാൻ ജോബിന് MSc റാങ്ക് ഹോൾഡറായി, പക്ഷെ എനിക്ക് ജോബ് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് അപ്പുറത്ത് ഒരാൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ സുഖിച്ച് ജീവിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു, വീട് വെക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷനിൽ നിന്നാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു
കുട്ടി ആ കുട്ടിയുടെ സ്വപ്നത്തിലേക്ക് എത്തുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ആ കുട്ടിയുടെ നെസസിറ്റി ഫുൾഫിൽ ചെയ്യാനെങ്കിലും എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ ജോബുകൾ കണക്ട് ചെയ്യുന്ന സെൻട്രൽ പ്ലാറ്റ്ഫോമും അതിലേക്ക് എത്തിക്കാൻ കഴിയുന്ന, നേരത്തെ നമ്മൾ രാഹുൽജി പറഞ്ഞതുപോലെ ഇവരെന്തിട്ട് ഹൗ ടു എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഒരു ഉത്തരവുമായി ഡെവലപ്പ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ എക്കോസിസ്റ്റം ഉണ്ടാണ്. അതിനാണ് ടാൽഡ്രോപ്പ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സ്കൂൾസിനെയും കോളേജസിനെയും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക എന്നോ അല്ലെങ്കിൽ കുറെ കോഴ്സസ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാര്യം എക്സ്പെർട്ടൈസിൽ ഇതിന്റെ അകത്തുണ്ട്, ചെയ്യാൻ ടാലന്റ് ഉള്ള ആളുകളുണ്ട്, അവരെ റോപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ടാൽഡ്രോപ്പ് എന്നൊരു കമ്പനിയുടെ ഉത്തരവാദിത്വമൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമൊന്നുമല്ല, എല്ലാവരും കൂടി ചെയ്യണം. അതിന്റെ ഒരു എക്കോസിസ്റ്റം ഒക്കെ ഇപ്പൊ ലൈഫോളജി സ്കിൽ ഡെവലപ്മെന്റിന്റെ ആസ്പെക്ടിൽ ചെയ്യുന്ന, ടാൽഡ്രോപ്പ് എക്കോസിസ്റ്റത്തിന്റെ ആസ്പെക്ടിൽ ചെയ്യുന്ന, ഇതുപോലെ എല്ലാ കമ്പനികളും എല്ലാ വ്യക്തികളും ടീച്ചേഴ്സും പാരന്റ്സും ഗവൺമെന്റും എല്ലാവരും കൂടി ഇറങ്ങി നിൽക്കുമ്പോഴാണ്. കാര്യം ഇതൊരു കോമൺ പ്രശ്നമാണ്, ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെയോ പ്രശ്നമല്ല, ഇത് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നമാണ്. കാര്യം യൂത്തിന് അൺഎംപ്ലോയ്മെന്റ് 40% ഇപ്പോഴെങ്കിലും നമ്മൾ അഡ്രസ് ചെയ്തിട്ടില്ല എങ്കിൽ എയുടെ കാലഘട്ടത്തിൽ നമ്മൾ വെറും ജോബില്ലാത്ത ആളുകളിലേക്ക് പോകും, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയ ഒരു സൊസൈറ്റിയിലേക്ക് പോകും. ഞാൻ സഫീർജി മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ നിൽക്കുന്ന ക്രിസ്റ്റീനോടാണ് സംസാരിച്ചപ്പം ഈ എല്ലാ ക്ലറിക്കൽ ജോബ്സും കൊണ്ടുപോകും. കാര്യം ബാക്കിയുള്ള കാര്യം അതില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിൽക്കുന്നത്? അപ്പൊ അവിടെയാണ് ഇന്നോവേറ്റീവ് പുതിയ കാര്യങ്ങൾ. ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് അതായിരുന്നു. അതായത് 2020 വേൾഡിൽ ഏറ്റവും കൂടുതൽ വലിയ യൂട്യൂബ് സ്റ്റാർസിലൊന്ന് 8 വയസ്സുകാരൻ പയ്യനാണ്, റിയാൻ കാജി. അവൻ വർഷം 25 കോടി രൂപയാണ് ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നത്. 8 വയസ്സുള്ള കുട്ടി, എന്താ ചില ഒന്നുമില്ല, കയ്യിലൊരു മൊബൈൽ. ആദ്യത്തെ പുള്ളിയുടെ വീഡിയോസ് ഒക്കെ കാണാം, വളരെ ഷാബി ഒക്കെയാണ്. ചെയ്താലല്ലേ നന്നാവൂ, ആദ്യമേ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇന്ത്യൻ ഇലക്ഷനെയും ഇന്ത്യ രാജ്യത്തെയും ഏറ്റവും സ്വാധീനിക്കുന്നത് 29 വയസ്സ് പ്രായമുള്ള ജർമ്മനിയിൽ ഇരിക്കുന്ന ഒരു ധ്രുവ് റത്തിയാണ്. നമ്മുടെ ഭരണ സംവിധാനങ്ങളെ പോലും പേടിപ്പിക്കാനോ അനുകൂലിക്കാനോ പ്രകോപിപ്പിക്കാനോ കഴിയുന്ന രീതിയിൽ എന്താണ് പുള്ളിയുടെ കാര്യം? എനിക്ക് പുള്ളിയെ ഒരു 10 വർഷമായിട്ട് അറിയാം. ഞങ്ങൾ 1-2 ചാനൽ ചർച്ചകൾക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, മെസ്സേജ് കാര്യങ്ങൾ അയച്ചുകൊണ്ട് ഞാൻ ആ ഗ്രോത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് 19 വയസ്സാണ്, അതായത് 10 വർഷം മുകളിൽ 19 വയസ്സാണ്. ഇന്ന് 29 അല്ലെങ്കിൽ 30 വയസ്സാണ് പ്രായം. അവരവരുടെ മേഖല കണ്ടെത്തി. ഇനി നിങ്ങൾക്ക് ഇതായിരിക്കില്ല, നിങ്ങൾക്ക് പാട്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ സ്പോട്ടിഫൈയിലായിരിക്കും താരമാകുന്നത്, നിങ്ങൾ വേറൊന്നിലായിരിക്കും, ചില ആൾക്കാർ പ്രസന്റേഷനിലായിരിക്കും, ചില ആൾക്കാർ പുതിയ കാര്യം കണ്ടെത്തുന്നതിലായിരിക്കും. നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾ ചാക്കോ മാഷാവരുത്. ഏത്? സ്ഫടികത്തിലെ മോഹൻലാലിന്റെ അച്ഛനായ ആ ചാക്കോ മാഷ് നമ്മുടെ എല്ലാ ഉള്ളിൽ ചിലപ്പോഴെങ്കിലും ഉണ്ട്. ചാക്കോ മാഷിന്റെ പ്രശ്നം എന്താ? സ്വന്തം മോനായ തോമസ്, ആടുതോമയായി മാറിയ തോമസ് ഏറ്റവും നല്ല ഇന്നോവേറ്ററാണ്, ഏറ്റവും പുതിയ സയന്റിഫിക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ചാക്കോ മാഷ് വിചാരിക്കുന്നത് മാത്സിന്റെ മാർക്കാണ് ജീവിതത്തിലെ എല്ലാം. ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണ്. ചാക്കോ മാഷ് വിശ്വസിക്കുന്നത് മോൻ സയൻസ് കണ്ടുപിടിക്കുന്നു, മൈൻഡ് ചെയ്യുന്നില്ല, മോൻ പുതിയ പ്രൊജക്ട് ഉണ്ടാക്കുന്നു, ശ്രദ്ധിക്കുന്നില്ല, മോൻ ഇന്നോവേറ്റർ ഉണ്ടാക്കുന്നു. ചാക്കോ മാഷ് മോനെ അത് എൻകറേജ് ചെയ്തിരുന്നെങ്കിൽ ആടു തോമസ് സിലിക്കൺ വാലിയിലെ, അല്ലെങ്കിൽ തോമസ് സിലിക്കൺ വാലിയിലെ സയന്റിസ്റ്റായി മാറിയേനെ. ചെയ്യാത്തോണ്ട് എന്ത് പറ്റി? ചെകുത്താൻ എന്ന ലോറിയിലായി. ശരിക്കും ആ സ്ഫടിക സിനിമ, ഭദ്രൻ സാറിന്റെ ആ സ്ഫടിക സിനിമ ഈസ് എ പോയിന്റ് ഓഫ് എഡ്യൂക്കേഷൻ. ഭയങ്കര ഐ ഓപ്പണറാണ്. ഇത് പല പേരൻസിനും പറ്റും. ഞാൻ പറയും, എടാ എനിക്ക് പ്രായമില്ലേ, നിന്റെ അച്ഛനല്ലേ ഞാൻ പറയുന്ന പോലെ അവന്റെ താല്പര്യം വേറെ ആയിരിക്കും, എനിക്കിവൻ ഇതാണോന്നായിരിക്കും ആഗ്രഹം. അപ്പോൾ ചാക്കോ മാഷ് നമ്മൾ ആവരുത്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ സ്കിൽ ഡെവലപ്മെന്റ് മേഖലയിലും അതോടൊപ്പം തന്നെ ജോബ് ക്രിയേഷനിലും ടാൽഡ്രോപ്പിനും ലൈഫോളജിക്കും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. This is Reporter News Network.